ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയട, ചക്കയപ്പം, കുമ്പിളപ്പം എന്നൊക്കെ പറയുന്ന ഒരു നാടൻ പലഹാരമാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് വരിക്ക ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ആദ്യം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്ത ചക്ക ഇനി നമുക്ക് ഒന്ന് വരട്ടിയെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. പിന്നെ ഇതിൽ ചേർക്കാനുള്ള ശർക്കര ഞാനിവിടെ ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. 250 ഗ്രാം ശർക്കരയിൽ ഒരല്പം വെള്ളം ചേർത്ത് നന്നായി ഉരുക്കിയെടുത്തിട്ട് അത് അരിച്ചിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ ഈ ചക്കയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി അതിലോട്ട് കുറച്ച് ചെറിയ ജീരകവും ഏലക്കായും അതുപോലെ തന്നെ ചുക്കും കൂടെ ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനതിവിടെ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു 1/4 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് ചിരകിയ തേങ്ങയാണ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചക്കയപ്പം ഉണ്ടാക്കാനുള്ള വഴണയില ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് കോണാക്കി മടക്കിയെടുക്കാം. ഇതിൽ തന്നെ ഉണ്ടാക്കിയാലേ ഉള്ളൂ ഇതിന് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആ ഇലയുടെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ഒരു നാടൻ രുചി തന്നെ കിട്ടുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇനി പാത്രം അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ആവി വരുമ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ച് ഒരു 25 മുതൽ ഒരു 30 മിനിറ്റ് നേരം ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രുചികരമായ ചക്കയപ്പം അഥവാ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടേസ്റ്റി ക്യൂൻസ്. താങ്ക് യു.